ഹായ്, എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയാൻ വന്നതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നല്ല മഴ പെയ്തപ്പോൾ എല്ലാവർക്കും പനി, ജലദോഷം, വയറുവേദന, ഛർദി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ നല്ലപോലെ ക്ഷീണിച്ചിട്ട് കിടക്കുന്നുണ്ടാവും. മരുന്ന് കഴിക്കാൻ വയ്യാത്തവർക്ക്, എണീക്കാൻ വയ്യാത്തവർക്കൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പ്രധാനപ്പെട്ട അസുഖം വരുന്നത് വയറുവേദനയും ഛർദ്ദിക്കാൻ വരുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ശ്രദ്ധിക്കണം. നല്ലപോലെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക കഴിക്കട്ടെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പെട്ടെന്ന് വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് ആ മരുന്ന് കഴിക്കുക. ചൂടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അത് കുപ്പിയിലാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് അത് വയറ്റിൽ വയ്ക്കുക. വയറുവേദനയുടെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ നോക്കുക. പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുക, വന്നിട്ട് കഴിക്കാൻ ആർക്കും പറ്റില്ല, കഴിപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കുക, നന്നായിട്ട് അച്ചാറൊക്കെ കൂടി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നോക്കേണ്ടത്. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ല മഴ പെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മനസ്സിലാക്കണം എല്ലാവർക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മരുന്ന് കിട്ടുന്നത് കഴിക്കരുത്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഇട്ട് ഉൾക്കേശിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഇപ്പോഴത്തെ അസുഖം നല്ലപോലെ ഡേഞ്ചറാണ്, ശ്രദ്ധിക്കണം എല്ലാവർക്കും. എൻ്റെ ഫ്രണ്ട്സുമാരെല്ലാവർക്കും വയ്യാതെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ഇന്നലെ എനിക്കും വയ്യാതെ വന്നതാണ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും വയ്യാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കുറേ പേർക്കൊക്കെ വയ്യാതിരിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നവരല്ല, അവിടെ വരെ. അപ്പോൾ ഈ അസുഖം വരുന്നത് വയറുവേദന, ഛർദ്ദിക്കാൻ വരുന്നത്, അതാണ് പ്രധാനം ഇപ്പോൾ വന്ന അസുഖം. അപ്പോൾ നിങ്ങളത് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോണത്, ഈ വീഡിയോസ് ഇടാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ മഴ പെയ്തു അയ്യോ വീടിൻ്റെ മുറ്റത്ത് പോയി ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്നത് ഇപ്പം ചെയ്യുക, മഴ കഴിയുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം അങ്ങനെയുള്ള ചെയ്യുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ശരിയല്ല. മഴ പെയ്തു പറഞ്ഞിട്ടൊന്നുമല്ല, മഴയില്ലാത്ത സമയത്ത് മഴ വേണം പറഞ്ഞു. ഇപ്പം നല്ലപോലെ മഴ പെയ്യട്ടെ, ചെടികൾക്കൊക്കെ നല്ലപോലെ വെള്ളം കിട്ടട്ടെ, പൂക്കളെ കൊണ്ട് വിരിയട്ടെ. അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്ന പോലെ ചെടികൾക്കും സന്തോഷം ഉണ്ടാകും. അവരും ചിരിച്ചും കളിച്ചും പാട്ടും പാടിയൊക്കെ ഇരിക്കുന്നവരാണ്. അപ്പം നമുക്ക് വിഷയിലിടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൻ്റെ അകത്തുള്ള ഇപ്പോൾ ചക്കാലം വിടുക 2 മാസത്തേക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയി കറങ്ങിയിട്ട് വിഷയിലിടാം. ഓക്കെ, ബൈ. എല്ലാവരും ശ്രദ്ധിക്കണം, അസുഖം വരുന്നതാണ്. നല്ലപോലെ വെള്ളം കുടിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ.